ഹായ്, നമുക്കിന്ന് മോമോസ് ഉണ്ടാക്കാവേ. അതിനായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് 2-3 വിസിലടിക്കാൻ വെച്ചേ. അന്നേരത്തിന് നമുക്ക് മാവ് തയ്യാറാക്കാം. 1/2 ഗ്ലാസ് മാവെടുത്തു, കുറച്ച് ബട്ടർ ഇട്ടു, ഉപ്പിട്ടു, ചെറിയ ചൂടുവെള്ളം, ചെറുതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചൂടായതേ ഉള്ളൂ, അതും കൊണ്ട് ഇട്ടിട്ടൊന്ന് കുഴച്ച് വെച്ചു. ഇനി ഒരു 5 വറ്റൽമുളകും ഒരു തക്കാളി, വലിയ തക്കാളിയാണേ, തക്കാളിയും കൊണ്ട് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് 2-3 തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് അടുപ്പിൽ. അന്നേരത്തിന് നമുക്കത് മാവൊന്ന് പരത്തിയെടുക്കാം. നന്നായിട്ട് പരത്തിയിട്ട് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ അടപ്പോ എന്നേലും വെച്ചിട്ടൊന്ന് റൗണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം വേവിച്ച് വെച്ച ചിക്കൻ ആറിയിട്ടുണ്ട്, അത് മിക്സിക്കകത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് മല്ലിയില, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും, സോയാ സോസ്, ഇച്ചിരി എരിവുള്ള മുളക് പൊടിയും, കുരുമുളകിന് ഇച്ചിരി എരിവ് കുറവാണ്, അതിലോട്ടിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം മുറിച്ച് വെച്ച മാവെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ചിട്ട് ഇഷ്ടമുള്ള ആകൃതിയിൽ 2 സൈഡും മടക്കി ഇങ്ങനെ ഒരു അകത്തോട്ട് വെച്ച് ഒരു ഷേപ്പിലും 2 ഷേപ്പിലാണ് ഞാനിപ്പം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ഷേപ്പിലും ഉണ്ടോ, പിന്നെ റൗണ്ടിലും കിഴി പോലെ ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പിരിച്ചെടുക്കുക. അതിന് 2 ഷേപ്പിലും നമ്മളിതെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നല്ലവണ്ണം ചൂടായി കിടക്കുന്ന അപ്പച്ചെമ്പിലേക്ക് നമുക്കിതെല്ലാം ഒന്ന് പെറുക്കി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ആവിയേറ്റിയെടുക്കാവേ. ഇപ്പോൾ ഇതെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച തക്കാളിയുടെ തൊലിയെല്ലാം കളഞ്ഞിട്ട് അതും മുളകും കൂടെ ഒന്ന് മിക്സിയിൽ അരച്ചെടുത്ത് ഇനി ഒരു ചട്ടി വെച്ചിട്ട് ബട്ടറിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ നന്നായിട്ട് മൂപ്പിച്ചിട്ട് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് സോയാ സോസും കുറച്ച് എരിവുള്ള മുളക് പൊടിയും പിന്നെ ഒരു നാരങ്ങയുടെ നീരും കൂടെ അരമുറിയുടെ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മൊമോസും ചട്നിയും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.